LDF സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം മാങ്കുളത്ത് നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയതായും ഇനി നടത്തുമെന്നും ദേവികുളം MLA അഡ്വക്കേറ്റ് രാജ. മാങ്കുളം മേഖലയിലെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. റോഡുകളുടെ വികസനം, ഉന്നതികളുടെ വികസനം എന്നിവ മുഖ്യ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിനായി MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക വകയിരുത്തി. കൂടാതെ പൂർത്തീകരിക്കുവാനുള്ള പെരുമൻകുത്ത് കള്ളക്കുട്ടിക്കുടി റോഡുകളുടെ നിർമ്മാണം ആരംഭിച്ചതായും രാജ പറഞ്ഞു. കഴിഞ്ഞ ബഡ്ജറ്റിൽ ആനക്കുളത്ത് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി 2 കോടി അനുവദിച്ചതായും MLA പറഞ്ഞു. LDF സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ മാങ്കുളം ഗ്രാമപഞ്ചായത്തിന് വേണ്ടി PWD റോഡുകൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കല്ലാറിൽ നിന്ന് മാങ്കുളം വരെ ഏകദേശം 13 കോടി രൂപ അനുവദിച്ചു. ഈ ഗവൺമെന്റിന്റെ കാലത്താണ് ആ പണികൾ പൂർത്തീകരിച്ചത്. പിന്നീട് മാങ്കുളത്ത് നിന്ന് ആനക്കുളം വരെ റോഡ് BMBC നിലവാരത്തിൽ ഉയർത്തുന്നതിന് 7.5 കോടി രൂപ അനുവദിച്ച് പണികൾ പൂർത്തീകരിച്ചു. പിന്നീട് ആനക്കുളത്ത് നിന്ന് അപ്പുറത്തേക്ക് പോകുന്ന ഏകദേശം 2 കിലോമീറ്റർ റോഡ് 48 ലക്ഷം രൂപ റണ്ണിംഗ് കോൺട്രാക്റ്റിൽ പെടുത്തി നമ്മൾ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇവിടുത്തെ ഉന്നതികളുടെ വികസനത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ വേലിയാമ്പാറ കുടിക്ക് ഏകദേശം 1 കോടി രൂപയാണ് ഈ ഗവൺമെൻറ് അനുവദിച്ച് നൽകിയിട്ടുള്ളത്. അതുപോലെ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് മാങ്കുളം പ്രദേശത്ത് ഒരു നല്ല പൊതുവായിട്ടുള്ള ഒരു ബസ് സ്റ്റാൻഡിന് വേണ്ടിയിട്ട് ഏകദേശം ആദ്യം 38 ലക്ഷം രൂപ അനുവദിച്ചു. പിന്നീട് 60 ലക്ഷം രൂപ അനുവദിച്ചു. അങ്ങനെ 98 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. പിന്നെ MLAയുടെ വർക്കുകൾ സംബന്ധിച്ച് പറയുമ്പോൾ ഏകദേശം ടോട്ടൽ ഇവിടെ മാത്രം 3 കോടി രൂപ വരെ MLAയുടെ അസറ്റ് വികസന ഫണ്ടിൽ നിന്ന് ആസ്തി വികസന ഫണ്ടിൽ നിന്ന് നൽകിയിട്ടുണ്ട്. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ഒരു 2 റോഡിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒന്ന് 2-ാം വാർഡ്, 3-ാം വാർഡ്, 4-ാം വാർഡ് കടന്നു പോകുന്ന 6-ാം മൈൽ പെരുമ്പകുത്ത് റോഡ്, അതിന് വേണ്ടിയിട്ട് ഏകദേശം 4,78 ലക്ഷം രൂപ ഈ ഗവൺമെൻറ് അനുവദിച്ചു. 2022 ഈ വർക്ക് ഈ ടെൻഡർ മുഖാന്തരം കരാറുകാരൻ ജോലിയെടുത്തു. ഈ വർക്ക് ചെയ്ത് പൂർത്തീകരിക്കേണ്ടത് 1 വർഷ കാലാവധിയാണ്. ഏത് വർക്ക് എടുത്താലും 1 വർഷത്തിനുള്ളിൽ കരാറുകാരൻ പൂർത്തീകരിക്കണം. അയാൾ അത് പൂർത്തീകരിക്കാതെ വന്നപ്പോൾ ഗവൺമെൻറ് ചെയ്തു, ഇത് എങ്ങനെയെങ്കിലും ഈ വർക്ക് പൂർത്തീകരിക്കട്ടെ എന്ന് ഓർത്തിട്ടാണ് ആദ്യം ഒന്ന് നീട്ടിക്കൊടുത്തു. അയാൾ ചെയ്യാൻ തയ്യാറായിട്ടില്ല. പിന്നീട് സാങ്കേതിക വിഷയങ്ങളൊക്കെ പറഞ്ഞപ്പോൾ വീണ്ടും നീട്ടിക്കൊടുത്തു. വീണ്ടും പ്രശ്നം പറഞ്ഞപ്പോൾ വീണ്ടും നീട്ടിക്കൊടുത്തു. എങ്ങനെയെങ്കിലും ഈ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ശ്രമിച്ചത്. പക്ഷേ ഒരു കാരണവശാലും ഈ വർക്ക് ചെയ്യില്ല എന്നൊരു നിലപാട് കരാറുകാരൻ സ്വീകരിച്ചതിൻ്റെ ഭാഗമായി സർക്കാരിന് വേറെ മാർഗമില്ലാത്ത രീതിയിൽ അദ്ദേഹത്തിന് ഫൈൻ കൊടുക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഫൈൻ കൊടുക്കേണ്ടതായിട്ട് വന്നു. പിന്നീട് ഫൈൻ കുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ വർക്ക് നടത്തുന്നതിന് വേണ്ടിയിട്ടും റീബിൽഡ് ഓഫീസുമായിട്ടും അതുപോലെ സർക്കാരുമായി നിരന്തരം ഞങ്ങൾ ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആ വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. പെരുമ്പകുത്ത് റോഡ് വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. മറ്റൊന്ന് കള്ളക്കുട്ടി റോഡാണ്. 50-ാം മൈൽ കള്ളക്കുട്ടി റോഡാണ്. 5.13 കോടി രൂപ വർക്കായി. വർക്കിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് കൊടുത്തു. ആ വർക്ക് എടുത്തു. ജൂൺ മാസത്തിൽ ഇതിന് വേണ്ടിയിട്ട് കരാറുകാരൻ കോൺട്രാക്ട് വെച്ചു. കോൺട്രാക്ട് എടുത്തു കഴിഞ്ഞാൽ അയാൾ വർക്ക് ചെയ്തിട്ടില്ല. ചെയ്യാത്തത് കൊണ്ട് ഇപ്പോൾ വീണ്ടും റീടെൻഡർ ക്ഷണിച്ചിരിക്കുകയാണ്. റീടെൻഡറിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ മാങ്കുളത്തെ ഈ പ്രദേശത്തെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കേരളത്തിലെ LDF സർക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ എത്തിക്കും. അതിൻ്റെ ഒരു ഭാഗം എന്നുള്ള നിലയ്ക്കാണ് ഇവിടുത്തെ ആനക്കുളത്തേക്ക് ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഒത്തിരിയേറെ വിനോദസഞ്ചാരികൾ എത്തിച്ചേരുന്ന സ്ഥലം എന്നുള്ള നിലയ്ക്ക് അവിടെ കൂടുതൽ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് 2 കോടി രൂപ കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതും അതിൻ്റെ മറ്റു പ്രവർത്തനങ്ങളുമായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോകുന്നു.